2021 നടന്ന RRB NTPC CBT 1 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. എ വയർ ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാംഗിൾ. ഇറ്റ്സ് ലെങ്ത് ഇസ് 42.7 meter and breadth is 21.8 meter. If the same wire is rebent in the shape of a square, what will be the measure of the side of the square? അപ്പോൾ ഒരു വയർ റെക്ടാംഗിൾ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 42.7 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 21.8 മീറ്റർ ആണ്. ഇനി അതേ ലെങ്തിലുള്ള വയർ എടുത്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാൻ പറ്റും. ഇവിടെ റെക്ടാംഗിളിന്റെയും സ്ക്വയറിന്റെയും പെരിമീറ്റർ എന്താണ്? ഒന്നാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. അപ്പോ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എങ്ങനെ എഴുതാം? 2 into L plus B എന്ന് എഴുതാം. 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ 2 into ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 42.7 ആണ്. 42.7 പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 21.8 ആണ്. 21.8. അപ്പൊ 42 പ്ലസ് 21 63 എന്ന് കിട്ടും. 0.7 0.8 കൂടെ കൂട്ടിയാൽ 1.5 എന്ന് കിട്ടും. അപ്പൊ 63 പ്ലസ് 1.5 64.5. അപ്പൊ 2 into 64.5. 2 into 64.5 129 മീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 129 മീറ്റർ ആണ്. ഇതേ പെരിമീറ്റർ ഉള്ള സ്ക്വയർ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ സ്ക്വയറിന്റെയും പെരിമീറ്റർ 129 മീറ്റർ ആണ്. ഇവിടെ ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ 129നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 32.25 എന്നൊരു ആൻസർ ആണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 32.25 ആണ്.